യെസ്. ഈ ചെക്കനൊരു ശല്യമായല്ലോ. ഇവനെ ഞാൻ എന്തായാലും മാങ്ങ പറിക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ എന്നെ ഓർമ്മ വന്നല്ലേ? സഹായിക്കാന്ന് നേരത്തെ പറഞ്ഞപ്പോ എന്തായിരുന്നു ജാടാ? താങ്ക് യു ജിൻടു. ഇനി ഞാൻ മാജിക് ഉപയോഗിച്ച് മാങ്ങ പറിക്കട്ടെ? വേണ്ട വേണ്ട, നമ്മൾ തോൽവി സമ്മതിക്കാൻ പാടില്ല. വീർ യെസ് യെസ് ഇംലി. ഹാ 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 ഹാ. ആരാ അവിടെ? ആരാ ഈ പാതിരാത്രി നിലവിളിക്കുന്നേ? ആരാണെന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ഭൂതങ്ങളാണ്. മാങ്ങ കഴിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നേ? പകല് കുറെ പിള്ളേര് മാങ്ങ പറിക്കാനാണെന്ന് പറഞ്ഞു വന്ന് ശല്യം ചെയ്യും. ഇപ്പൊ രാത്രി ഭൂതങ്ങൾ ഇറങ്ങിയോ? നിങ്ങൾക്ക് മുന്നേ ഒരാളൂടെ വന്നായിരുന്നു ഇവിടെ. അയാളോട് ചോദിക്കേ. അയാള് സമ്മതിക്കുവാണെ കഴിച്ചോ? നിങ്ങളുടെ ഉടായ്പകളൊന്നും കൊണ്ട് പേടിക്കുന്ന ആളല്ല ഞാൻ. അങ്കിളിനെ ആ പാമ്പ് കടിച്ചു. വേഗം അങ്കിളിനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. എത്രയും വേഗം അവനെ പിടിച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് വരണം. ഇത് ടിംബക്ടു ആണല്ലോ. ഏതോ റോബോട്ടിനകത്തിരുന്ന് എന്നെ പിടിക്കാൻ വന്നതാ. ഇംലി, ചുൾബുൾ, നിങ്ങൾ വേഗം ഓടിക്കോ. ഇല്ല, ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല. ഞാൻ ഒരിക്കലും പോവില്ല. എന്താ പോകാത്തെ? പോകുന്നതിൽ നിനക്ക് വല്ല അലർജി ഉണ്ടോ? ഇത്രയും വലിയ ഓക്ടോപ്പസുമായി പോരാടുന്നത് അപകടം. അപ്പൂപ്പൻ പറയാറുണ്ട് ഇംപോസിബിൾ പോസിബിൾ ആക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വീറെന്ന്. തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരുടെ ജീവൻ അപകടത്തിലാവും. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഒരുക്കി തരാം. പെട്ടെന്ന് വാ. അത് ഇങ്ങോട്ടാ വരുന്നത്. ഇംലി, ചുൾബുൾ വരൂ. ഇംലി, ചുൾബുൾ വേഗം ചെല്ല്. എന്നിട്ട് ജിണ്ടുവിനെ വിളിച്ചോണ്ട് വാ. ഇനി എന്റെ ഇര എന്നെ തേടി സ്വയം ഇവിടെ ഓടിയെത്തും. ടിംബക്ടു, നീ അവരെ വിട്. വിട്ടേക്കാനോ? അങ്ങനെയാണെങ്കിൽ നീ എന്നോടൊപ്പം മര്യാദയ്ക്ക് പോരുന്നതാ നല്ലത്. എങ്കിൽ ഞാൻ അവരെ വിട്ടേക്കാം. ഞാൻ നിന്റെ കൂടെ വരാൻ തയ്യാറാ. അവരെ വിട്ടേക്ക്.
നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിന്റെ ജീവൻ പണയം വെക്കുന്നു. ലോകത്തിൽ കൂട്ടുകാരെക്കാൾ വലുതൊന്നുമില്ല. ബോസ്, ആ റോബോട്ട് ഇപ്പോൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഈ റോബോട്ട് അവന്റെ ബ്രെയിൻ പൂർണ്ണമായും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞോ എന്നെനിക്ക് സംശയമുണ്ട് ബോസ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവനിപ്പോ നമ്മുടെ ഡെന്നിന്റെ നേർക്കാ വന്നോണ്ടിരിക്കുന്നത്. നമ്മുടെ ഡെന്നിലേക്കോ? എടാ, ഇത് നമ്മുടെ ലാബ് അല്ലേ, ഡെൻ അല്ല. സോറി ബോസ്. അത് പിന്നെ മിണ്ടരുതാ. നീ ആ ഫ്ലൈ സ്വെറ്റർ കൊണ്ട് മൈൻഡ് കൺട്രോൾ ബിയെ തല്ലിയില്ലേ? ഒരുപക്ഷെ അത് കാരണം അതിനെന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആ റോബോട്ടിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. പക്ഷെ അവന്റെ റോൾ അവൻ കൃത്യമായിട്ട് ചെയ്യും. നീ അവനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഓക്കെ ബോസ്, ഓക്കെ. ആ പിന്നൊരു കാര്യം, അവൻ ഒരിക്കലും നമ്മുടെ ലാബിനകത്തേക്ക് വരരുത്. ഞാൻ അവിടേക്ക് നമ്മുടെ ട്രക്ക് പറഞ്ഞു വിടാം. ആ ട്രക്കിൽ ലോക്ക് ചെയ്ത് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരൂ. ആ മനസ്സിലായോടാ? ഓക്കെ ബോസ്, ഓക്കെ. ബർബാദ് ചോക്കിലേക്ക് ചെന്നിട്ട് ഡോക്ടർ പ്രേം സഹായുടെ ആ റോബോട്ട് മൊത്തത്തിൽ നശിച്ചു പോകും. ഒരൊറ്റ പ്രാവശ്യം അവൻ ആ ട്രക്കിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയില്ല. അപ്പൂപ്പ, ദേ വീര് നോക്കിയേ. അവൻ എങ്ങോട്ട് പോകുന്നതെന്ന് അറിയില്ലല്ലോ. ചിണ്ടു ചുൾബുള് എവിടെയാന്നറിയില്ല. ഞങ്ങൾ ഇവിടെയുണ്ട്. എന്തു പറ്റി? ഈ വീരെന്തിനാ ഡാൻസ് ചെയ്യുന്നത്? മാഡ് മാക്സ് അവന്റെ ബ്രെയിനിനെ ഏതോ ഒരു വൈറസിന്റെ സഹായത്തോടെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വൈറസ് എന്ന് പറഞ്ഞ എന്താ അപ്പൂപ്പ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് അവനെ ശരിയാക്കാൻ പറ്റുമല്ലോ. അതൊന്നും പറഞ്ഞാൽ നിനക്കിപ്പോ മനസ്സിലാവില്ല. ഇനിയിപ്പോ അവനെ ശരിയാക്കി എടുക്കാൻ ഞാൻ കണ്ടിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും ഈ കാണുന്ന റോബോട്ടിനെ വീറിന്റെ ബ്രെയിനിലേക്ക് പറഞ്ഞയക്കണം. ഇവൻ അവിടെ ചെന്നാൽ എല്ലാം ശരിയാക്കി എടുക്കും. ഈ രൂപം അകത്ത് ചെന്ന വീര് പഴയതുപോലെ ആകുമോ? ഇവനെങ്ങനെ അകത്ത് വന്നത്? നിന്നോടാരും അകത്തേക്ക് വരാൻ പറഞ്ഞ? വേഗം പുറത്തേക്ക് പോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇടിച്ച് പഞ്ചറാക്കും. എന്നാൽ അതൊന്ന് കാണണമല്ലോ. ലെറ്റ് ദ ഗെയിം ബിഗിൻ. നട്വർലാൽ എല്ലാവരും പോയി കഴിഞ്ഞായിരിക്കും മോഷണം നടത്തുക. എന്നാ നമുക്ക് എക്സ്റേ വിഷൻ വെച്ച് നോക്കാം. അപ്പൊ അകത്തെല്ലാം കറക്റ്റ് ആണെന്ന് അറിയാലോ. എക്സ്റേ വിഷൻ ഓൺ. ഓ നോ, നട്വർലാൽ മോഷണം നടത്തുകയാണ്. ഞാൻ ഇപ്പൊ വരാം. ഞാൻ പോകാം വീർ. പ്ലീസ്, നീ ചുൾബുളുടെ കൂടെ ഇവിടെ നിക്ക്. നീ കൂടെ വന്ന വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അകത്ത് മോഷണം നടക്കുകയാണ്. വേഗം ഈ ഗേറ്റ് തുറക്ക്. ഡയമണ്ട് ആർക്കും അടിച്ചു മാറ്റാനാവില്ല. പൊയ്ക്കോ, ഇവിടുന്ന് പൊയ്ക്കോ. ഞാൻ പറയുന്നത് കേക്ക്. അയാൾ AC ഡെക്സിലൂടെ വന്നത്. എന്നിട്ട് ഒരു റോബോട്ട് വെച്ച ഡയമണ്ട് എടുത്തു. നിങ്ങൾ തന്നെ അകത്ത് പോയി നോക്കിട്ട് വാ. വേഗം ചെല്ല്. വാതിൽ എങ്ങനെ ഓപ്പൺ ആയത്? റെഡ് ഡയമണ്ട് എവിടെ പോയി? ഡയമണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഡയമണ്ട് ആരും മോഷ്ടിച്ചിരിക്കുകയാണ്. ജെറ്റ് ഷൂസ് ഓൺ. Jet shoes on. ഈ ജെറ്റ് ഷൂസിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ആ ഡയമണ്ട് മര്യാദയ്ക്ക് തിരിച്ചതാ. വേഗം.
ഇന്ന് നിനക്ക് ഇനി ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇതറിഞ്ഞാൽ എന്റെ ബോസ് വളരെയധികം സന്തോഷിക്കും. ടിംബക്ടു. എന്നാ പിന്നെ ഞാൻ ഈ ഡയമണ്ടുമായിട്ട് പൊയ്ക്കോട്ടെ. ബൈ. ഇല്ല, നിനക്ക് പോവാൻ കഴിയില്ല. നീ എന്നെ എങ്ങനെ തടയുന്ന പറയുന്നേ? എന്റെ അമ്മച്ചി, ഇനി ഇവിടെ നിന്നാലേ അവൻ എന്നെ അടിച്ചു പഞ്ചറാക്കും. രക്ഷപ്പെട്ടേക്കാം. ആ ഡയമണ്ട് ഇങ്ങനെ തിരിച്ചതാ. എന്നാ പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ നിന്നെ ഞാൻ ജയിലിലയക്കും. എന്നെ പിടിക്കാൻ മാത്രം കെൽപ്പുള്ളവൻ ആരും ഈ ഭൂമിയിലില്ല.